കോട്ടയത്ത് ലഹരിക്കായി നിരോധിത മരുന്നുകൾ കൊറിയർ വഴി വാങ്ങിയ ഒരാൾ പിടിയിലായി. പൊൻകുന്നം സ്വദേശി ഷംസുദ്ദീനാണ് പിടിയിലായത്. ജിമ്മുകളും വടംവലി മത്സരങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മരുന്ന് വിൽപ്പന. ഷിനോ ജസ്റ്റി വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഷിനോജി, ലഹരിക്കായി നിരോധിത മരുന്നുകൾ കൊറിയർ വഴി വാങ്ങിയ ഒരാൾ പിടിയിലായതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ്? ഇത് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായ ഓപ്പറേഷനാണോ? രതീഷ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് ഇന്ന് ഇത്തരത്തിൽ ഈ റെയ്ഡ് നടത്തിയത്. നേരത്തെ തന്നെ കാഞ്ഞിരപ്പള്ളി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ജിമ്മുകളും വടംവലി മത്സരങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ നിരോധിത മരുന്നുകൾ ലഹരിക്കായി നൽകുന്നുണ്ട് എന്ന തരത്തിൽ വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഇന്ന് ഈ പരിശോധന നടത്തിയത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഇത്തരത്തിൽ സ്ഥിരമായി കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ സ്ഥിരമായി ഇത്തരത്തിൽ ഈ നിരോധിത മരുന്നുകൾ, ഷെഡ്യൂൾ എസ് പ്രകാരമുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തുന്നതായി പോലീസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഈ 3 മാസമായി ഇത്തരത്തിൽ ഈ മരുന്നുകൾ കൊറിയർ വഴി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ സംഘം ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പൊൻകുന്നം ചിറക്കടവ് സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീൻ അമീർ ഖാനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 27 വയസ്സാണ് പ്രായം. ഏകദേശം കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ ഡൽഹിയിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തിന് രൂപയ്ക്ക് ഇയാൾ ഈ മരുന്നുകൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലയിൽ ഇപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലും ഒക്കെയായിട്ട് ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് മാറ്റിയിട്ടുണ്ട്.